കാണുന്നില്ലേ സ്ക്രീന്? ഓക്കെ അല്ലേ? ഓക്കെ മാം, കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് നോക്കാനുള്ളത്. നമ്മൾ ഇതുവരെ കുറച്ച് തിയറീസ് നോക്കി അല്ലേ? ഡിസോർഡേഴ്സ്, സൈക്കോപാത്തോളജി വരാനുള്ള കുറച്ച് തിയറീസ് നമ്മൾ നോക്കി. ആദ്യം ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു, ആൻഡ് സൈക്കോളജിക്കൽ തന്നെ മെസ്മറിസം, നാൻസി സ്കൂള്, സൈക്കോ അനാലിറ്റിക് ആൻഡ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്, ആൻഡ് ലാസ്റ്റ് വൺ ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയതാണ്. ഇനി നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അതായത് ഇപ്പോൾ ഡിസോർഡർ വരികയാണ്, എന്തെങ്കിലും ഒരു അസുഖം വരികയാണ്, അപ്പോൾ ആൾക്ക് എന്ത് അസുഖമാണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ പഠിച്ചതാണ് DSM-ICD. രണ്ട് പേര് ഓർമ്മയുണ്ടോ? DSM-ICD അതാണ് നമ്മുടെ ഡിസോർഡേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡിസോർഡേഴ്സിനും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കാണ് അതിൻ്റെ സിംറ്റംസിന് ബേസ് ചെയ്തിട്ട്. ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിനി പഠിക്കാൻ പോണത്, അതെങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത്. ഓക്കെ. Psychological disorders can have a very significant impact on the life of an individual and their family members. It can affect their development and functioning in academic work as well as പേഴ്സണൽ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റ്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പാക്റ്റ് ചെയ്യും അല്ലേ? അതൊരു ഇൻഡിവിജ്വലിനായാലും അയാളുടെ ഫാമിലി മെമ്പേഴ്സിനായാലും വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യും. അത് മാത്രമല്ല എന്തിനേയും കൂടെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫങ്ഷനിങ്ങിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ആസ് വെൽ ആസ് അക്കാഡമിക് പിന്നെ വർക്ക്. ഇതൊക്കെ ഓരോ കാര്യങ്ങളിലും ഒരു ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് എ കറക്റ്റ് ഡയഗ്നോസിസ് ആസ് ഇറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ അഡിക്വേറ്റ് അസസ്മെൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ഓർ ഇൻ്റർവെൻഷൻ ഫോർ ദ ഡിസോർഡർ. അതായത് ഇത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വേണം, അല്ലെങ്കിൽ കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ എന്ത് വേണം? അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നടത്തണം, അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ കൊടുക്കണം. ഒരാൾക്കൊരു ഡിസോർഡർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ട ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഒരു സൈക്കോളജിസ്റ്റ് കൊടുക്കും. എ ഡയഗ്നോസിസ് ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് എ ഡിസോർഡർ. ഇപ്പോൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസോർഡറിൻ്റെ നേച്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരാൾക്ക് സ്കീസോഫ്രീനിയാണ്, അതിൻ്റെ സിംറ്റംസ് ഒക്കെ നോക്കി ആ ക്ലാസിഫിക്കേഷനിൽ അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ, കോഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ വെച്ച് നോക്കിയിട്ട് ആളുടെ സിംറ്റംസ് ഒക്കെ നോക്കുക. ഈ പറയുന്ന ക്രൈറ്റീരിയാസൊക്കെ പേഷ്യൻറ്റിനുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിനുണ്ടോ എന്നിട്ട് നോക്കിയിട്ടാണ് അത് ആ ഒരു ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുക. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ പറയുന്നത്. അപ്പോൾ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്താണ്? The identification of the nature of a disorder. It is the keystone in the edifice of assessment, the treatment of a disorder. If the keystone is not correctly placed, the building will come crashing down. നമ്മൾ അടിത്തറ എന്ന് പറയില്ലേ, ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? അത് ശരിയായിരിക്കണം, അതല്ല വെച്ചെങ്കിൽ അത് നിലം പതിക്കും. അതേപോലെ തന്നെ ഈ ഒരു അസസ്മെൻറ്റ്, ഒരു ഡിസോർഡറിൻ്റെ അസസ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒരു കീ സ്റ്റോൺ ആണ്. സ്കീസോഫ്രീനിയ ഇല്ലാത്ത ഒരാൾക്ക് സ്കീസോ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി? ആൾക്കത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. മെൻ്റലി ആളെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കും. ആളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ അയാൾ ഭയങ്കര സ്റ്റിഗ്മാറ്റൈസ്ഡ് ആവും. അപ്പോൾ അതൊക്കെ കീ സ്റ്റോൺ ആണ്. നമ്മൾ ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത് ഒരു കീ സ്റ്റോൺ ആണ്. അത് അസസ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ ഒരു കീ സ്റ്റോൺ ആണ്. അത് ശരിയായില്ല വെച്ചെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ പോലെ തന്നെ അത് നിലം പതിക്കും. In order to ensure a proper and uniform diagnosis across the experts or researchers, it is important to have a common classification system of psychological disorders. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നടത്തണം. എല്ലാവരും ഒരുപോലെ ഡയഗ്നോസ് ചെയ്യണം. ഇപ്പോൾ രണ്ട് പേഷ്യൻസിൻ്റെ രണ്ട് സൈക്കോളജിസ്റ്റ് നോക്കുകയാണ്, രണ്ട് പേർക്കും ഒരേ സിംറ്റംസ് ആണ്. ഒരാൾക്ക് ബൈപ്പോളർ ആണെന്ന് പറഞ്ഞു, ഒരാൾക്ക് സ്കീസോ ആണെന്ന് പറഞ്ഞു. ശരിയാവുമോ? ഇല്ല. അപ്പോൾ ഒരു യൂണിഫോം ഡയഗ്നോസിസ് വേണം. ലോകത്തെമ്പാടും ഒരു സിംറ്റംസ് ഉള്ള ആൾക്ക് അല്ലെങ്കിൽ ഒരേപോലത്തെ സിംറ്റംസ് ഉള്ള ആൾക്ക് ഒരു ഡയഗ്നോസിസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന് ഒരു കോമൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വേണമെന്നത് അത്യാവശ്യമാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്ര ഓക്കെ ആണോ?
സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന് നമ്മുടെ ലൈഫിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽസിൻ്റെ ഫാമിലി മെമ്പേഴ്സിന്, അതേപോലെ തന്നെ ആളുടെ അക്കാഡമിക് വർക്ക് പെർഫോമൻസ്, സോഷ്യൽ ആസ്പെക്ട്സ്, പേഴ്സണൽ ആസ്പെക്ട്സ് ഇതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൃത്യമായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റും ഇൻ്റർവെൻഷൻസും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റൂ. ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് എ ഡിസോർഡർ. ഒരു ഡിസോർഡറിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് ഒരു ഡയഗ്നോസിസ്. അത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ APAയിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് ഈ ഡയഗ്നോസിസ് എന്നുള്ളത്. ഇനി ഡയഗ്നോസിസ് എന്താണ്? ഒരു കീ സ്റ്റോൺ ആണ്. ഒരു ഡിസോർഡറിൻ്റെ അസസ്മെൻറ്റിലും ട്രീറ്റ്മെൻറ്റിലുമുള്ളൊരു കീ സ്റ്റോൺ ആണ്. കൃത്യമായിട്ട് പ്ലേസ് ചെയ്തില്ല വെച്ചെങ്കിൽ ഇറ്റ് വിൽ കം ക്രാഷിംഗ് ഡൗൺ. ഇൻ ഓർഡർ ടു എൻഷുർ എ പ്രോപ്പർ ആൻഡ് യൂണിഫോം ഡയഗ്നോസിസ്, ഒരു പ്രോപ്പറായ അല്ലെങ്കിൽ യൂണിഫോം ഡയഗ്നോസിസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Thus, a diagnosis is made by assigning a patient's symptom to a specific classification system which serves as the base and ensures credibility of the diagnosis. ഇങ്ങനെ ഒരു ഡയഗ്നോസിസ് കൊണ്ടുവരികയാണ് നമ്മൾ, അല്ല ഡയഗ്നോസിസ് ചെയ്യുകയാണ്. അതെന്താണ്? വിച്ച് സെർവ്സ് ആസ് ദ ബേസ് ആൻഡ് എൻഷുവേഴ്സ് ക്രെഡിബിലിറ്റി ഓഫ് ദ ഡയഗ്നോസിസ്. നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? അടിത്തറയാണ് അല്ലേ? ആദ്യമേ പറഞ്ഞു അത് അടിത്തറയാണ്. കൃത്യമായിട്ട് ഒരു സിംറ്റം ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ്. അപ്പോൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൻ്റെ സിംറ്റംസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഒരേപോലത്തെ ആങ്സൈറ്റിയുടെ സിംറ്റംസിനെ ഒരു കാറ്റഗറി ആക്കി, അതുപോലെ ഡിപ്രഷൻ്റെ സിംറ്റംസിനെ ഒരു കാറ്റഗറിയിലാക്കി, ഒബ്സഷൻ്റെ സിംറ്റംസിനെ വേറൊരു കാറ്റഗറി ആക്കി, അതേപോലെ തന്നെ കമ്പൾസീവിൻ്റെ സിംറ്റംസിനെ വേറൊരു കാറ്റഗറി ആക്കി. അങ്ങനെ ഓരോന്നിനും കൃത്യമായിട്ട് കാറ്റഗറീസ് ഉണ്ടായിരിക്കും ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ. അങ്ങനെയാണ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇത്രയൊക്കെയാണോ? ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. In abnormal psychology, a classification system provides a standard which can be used to compare an individual's behavior and psychological functioning to diagnose if they have a psychological disorder. അപ്പോൾ അബ്നോർമൽ സൈക്കോളജി നോക്കുകയാണെങ്കിൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് എ സ്റ്റാൻഡേർഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കമ്പയർ ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ആൻഡ് സൈക്കോളജിക്കൽ ഫങ്ഷനിങ്. ആ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറും സൈക്കോളജിക്കൽ ഫങ്ഷനിങ്ങും കമ്പയർ ചെയ്യണം അവിടെ. ഇപ്പോൾ ഒരാൾ പേഷ്യൻ്റ് വരികയാണ്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വന്നു. അപ്പോൾ ആളുടെ സിംറ്റംസിനെ നമ്മൾ കമ്പയർ ചെയ്യും. നോർമലാണോ അബ്നോർമലാണോ നമുക്കത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് ദ ഹാവ് സൈക്കോളജിക്കൽ ഡിസോർഡർ. അപ്പോൾ ഡിസോർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സിംറ്റംസ് കാണിക്കുള്ളൂ. ഇപ്പോൾ ഒരാഴ്ച ആങ്സൈറ്റി നോക്കുകയാണ്, ഒരാഴ്ചയായിട്ട് ആൾക്ക് തീരെ ഉറക്കമില്ല, അതല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് ഉറക്കില്ല, ഒരു മാസമായിട്ട് ഉറക്കില്ല. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ്സിന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എപ്പിസോഡല്ല, അതിൻ്റെ ആ ഒരു സ്റ്റേജിന് വ്യത്യാസം ഉണ്ടായിരിക്കും. സിവിയർ ആണോ മൈൽഡ് ആണോ, അങ്ങനെ ഒരു സിവിയറിറ്റി നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുക. അപ്പോൾ ഒരു അബ്നോർമൽ സൈക്കോളജി നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് നമുക്ക് എന്ത് തരുന്നുണ്ട്? അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ടു കമ്പയർ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ആൻഡ് സൈക്കോളജിക്കൽ ഫങ്ഷനിങ് ആൻഡ് എന്ത് ചെയ്യണം? ടു ഡയഗ്നോസ് ഇഫ് ദേ ഹാവ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ. ആർക്കൊരു ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. To compare an individual's behavior and a psychological functioning. Across the world, different classification systems over the centuries have been used to categorize various types of mental disorders based on different principles. ഒരുപാട് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇതുപോലെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ആൻഷ്യൻ ഗ്രീസ്, Hippocrates classified mental disorders based on the level of 4 bodily humors, namely blood, phlegm, yellow and black bile. One second. ഹലോ, ഞാൻ ക്ലാസ്സിലാണ്. ഓക്കെ.
ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഒക്കെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇൻ ആൻഷ്യൻ ഗ്രീസ് ഹിപ്പോക്രേറ്റ്സ് ക്ലാസിഫൈഡ് മെൻ്റൽ ഡിസോർഡേഴ്സ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് 4 ബോഡ്ലി ഹ്യൂമേഴ്സ്. 4 ബോഡ്ലി ഹ്യൂമേഴ്സ് അല്ലെങ്കിൽ മറ്റേ ദ്രവങ്ങളെ ബേസ് ചെയ്തിട്ട് 4 ദ്രവങ്ങളെ ബേസ് ചെയ്തിട്ട് ഹിപ്പോക്രേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻ്റൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. ആ 4 ബോഡ്ലി ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്ലഡ് ആൻഡ് ഫ്ലെഗം, യെല്ലോ ആൻഡ് ബ്ലാക്ക് ബൈൽ. ഇതാണ്. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ വിത്ത് എക്സസീവ് ബ്ലാക്ക് ബൈൽ സഫേർഡ് ഫ്രം എ മെൻ്റൽ ഡിസോർഡർ കോൾഡ് മെലൻകോളിയ. അതായത് 4 ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്, കൂടുതലാണ് വെച്ചെങ്കിൽ, ബ്ലഡ് കൂടുതലാണ് വെച്ചെങ്കിൽ ഓവർ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു മൂഡായിരിക്കും ആൾക്ക് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ബ്ലഡ് കൂടുതലാണെങ്കിൽ, അതായത് ഒരു സാഗ്വിൻ ടെമ്പറാമെൻ്റ് ആണ്, ഒപ്റ്റിമിസ്റ്റിക്, ചിയർഫുൾ, ആക്റ്റീവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലഡ് കൂടുതലാണെങ്കിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്യുക. ഞാൻ പിന്നീട് വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതി തരാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ആൻഷ്യൻ ഗ്രീസിൽ ഹിപ്പോക്രേറ്റ്സ് ക്ലാസിഫൈ ചെയ്തത് ഈ 4 ബോഡ്ലി ഹ്യൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ആദ്യത്തെ ബ്ലഡ് ആയിരുന്നു. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ബ്ലഡാണ് ആൾക്ക് കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് കൂടുതൽ വെച്ചെങ്കിൽ ആൾ ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആളുടെ മൂഡ് അൺസ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് ആൾ കണ്ടെത്തിയ ഒരു മെൻ്റൽ ഡിസോർഡർ. അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടു. ആൻഡ് നെക്സ്റ്റ് ഫ്ലെഗാന്ന് വെച്ചെങ്കിൽ എന്തായിരിക്കും, ഫ്ലെഗ് എന്ന് പറയുന്നത് ഒരു ഫ്ലെഗ്മാറ്റിക് ടെമ്പറാമെൻ്റ് ആണ്. ഭയങ്കര കാമായിരിക്കും, ആളുടെ ബിഹേവിയർ ഭയങ്കര കാമായിരിക്കും, ഒരു ഇമോഷൻസും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫ്ലെഗും കൂടുതലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും, ഇമോഷൻസും ഉണ്ടായിരിക്കില്ല, ഒന്നും ഉണ്ടായിരിക്കില്ല, ഭയങ്കര കാമായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. ഓക്കെ. ഇനി യെല്ലോ ബൈലാണ് വെച്ചെങ്കിൽ ആൾക്ക് ഭയങ്കര ദേഷ്യം വരും. അതിനെ യെല്ലോ ബൈലാണ് വെച്ചെങ്കിൽ കോളറിക് ആണെന്ന് പറയും. കോളറിക് അല്ലെങ്കിൽ മാനിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആങ്കർ ആയിട്ടുള്ള ഡിസോർഡറിനൊക്കെയാണ് മാനിയ എന്ന് പറയുക. അപ്പം യെല്ലോ ബൈൽ കൂടുതലാണ് വെച്ചെങ്കിൽ മാനിയ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കൂടുതലായിരിക്കും. ഇനി ബ്ലാക്ക് ബൈലാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെലൻകോളിയ എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. അതിനെയാണ് മെലൻകോളിയ എന്നാൾ പറഞ്ഞത്. മെലൻകോളിയ ഡിപ്രഷൻ ആയിരിക്കും ബ്ലാക്ക് ബൈൽ കൂടുതലുള്ള ആൾക്ക്. ആ ഒരു തരത്തിലായിരുന്നു ഹിപ്പോക്രേറ്റ്സ് അതിനെ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്ക് ടെക്സ്റ്റിലില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം, എങ്കിൽ മാത്രമേ നമുക്ക് ഡിസോർഡേഴ്സ് പഠിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. A German psychiatrist, Emil Kraepelin, developed the first modern classification system for classifying the mental disorders. ജർമ്മൻ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള എമിൽ ക്രീപ്ലിൻ ആണ് ആദ്യമായിട്ടൊരു ഫസ്റ്റ് മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എമിൽ ക്രീപ്ലിൻ ഈ ടെക്സ്റ്റിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. DSM ICD ഒക്കെ കൊണ്ടുവന്നത് ആളുടെ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള ICD ആയാലും DSM ആയാലും വന്നിട്ടുള്ളത്. Kraepelin thoroughly and systematically observed patients and concluded that certain symptoms occur in a pattern so regularly that these can be categorized as specific disorders. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തത്? പേഷ്യൻസിനെ സിസ്റ്റമാറ്റിക്കലി ഒബ്സർവ് ചെയ്തു, എന്നിട്ട് അവരുടെ സിംറ്റംസ് ഒക്കെ എല്ലാവരുടെയും സിംറ്റംസ് ഒക്കെ കൂടെ എഴുതി ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കണം. എന്നിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ 10 പേരുണ്ട് വെച്ചെങ്കിൽ 10 പേരുടെ സിംറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്ക് ദേഷ്യം വല്ലായിരിക്കും, ഒരാൾക്ക് ഇമോഷൻസ് ഇല്ലാണ്ടായിരിക്കും, ഒരാൾക്ക് കാമായിരിക്കും, ഒരാൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഒരാൾക്ക് ഭയങ്കര തോട്ട് കൂടുതലായിരിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും. അതിനൊക്കെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തു. Based on such categorization, he gave the classification system with 2 categories of mental disorders: manic depressive psychosis and dementia precox. Manic depressive സൈക്കോസിസ് ആൻഡ് ഡിമെൻഷ്യ പ്രീകോക്സ്. അങ്ങനെ 2 രീതിയിലാണ് ആളിതിനെ കൊണ്ടുവന്നത്. 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതായത് മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് ആൻഡ് ഡിമെൻഷ്യ പ്രീകോക്സ്. മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറയുന്നത് ഒന്നല്ല, അതായത് 2 തരത്തിലുള്ള എപ്പിസോഡ്സ് ഉണ്ടായിരിക്കും ആൾക്ക്. അതായത് മാനിയ ഉണ്ടായിരിക്കും, ഡിപ്രഷനും ഉണ്ടായിരിക്കും. മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യുക. പഠിക്കുന്ന നേരത്ത് ഇത് എന്താണെന്നുള്ള പോലും ഒരു ഓർമ്മ ഉണ്ടായിരിക്കില്ല. മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മാനിയ ഉണ്ടായിരിക്കും, ഡിപ്രഷനും ഉണ്ടായിരിക്കും.
മാനിയ എന്ന് പറയുന്നത് എന്താണ്? ഓവർ ആയിരിക്കും, ഓവർ ആക്ടിവിറ്റി ആയിരിക്കും, ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും. ഇപ്പോൾ വിശ്വാസമാണെങ്കിൽ ഭയങ്കര വിശ്വാസമായിരിക്കും, ഉറക്കമാണെങ്കിൽ തീരെ ഉറക്കം ഉണ്ടാവില്ല, സംസാരിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് മാനിയ എന്ന് പറയുന്നത്. പിന്നെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഭയങ്കര നിരാശയായിരിക്കും, ഒന്നിനും ഒരു എനർജറ്റിക് അല്ല, പിന്നെ ഉറക്കത്തിലും ഫുഡിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, സൂയിസൈഡൽ അറ്റംപ്റ്റ് വരെ തോന്നും. അതാണ് ഡിപ്രസീവ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് അതിനെ ഒരു കാറ്റഗറി ആക്കി. ആൻഡ് അടുത്തത് കൊടുത്തത് ഡിമെൻഷ്യ പ്രീകോക്സ്. അതായത് അത് പണ്ട് കാലത്ത് ഡിമെൻഷ്യ പ്രീകോക്സ് എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത്. അതായത് ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ എന്തെങ്കിലും കുറവുണ്ടായിരിക്കാം, അതിനാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പ്രീകോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ തൊട്ടിട്ട്, അതായത് ചെറുപ്പം തൊട്ടേ ഇതുണ്ടായിരിക്കും. അതാണ് ഡിമെൻഷ്യ പ്രീകോക്സ്. മോഡേൺ ഡേ ബൈപോളാർ ഡിസോർഡർ ആൻഡ് സ്കീസോഫ്രീനിയ റെസ്പെക്റ്റീവ്ലി. ഇന്ന് ഈ ഡിമെൻഷ്യ പ്രീകോക്സിനെ പറയുന്നത് സ്കീസോഫ്രീനിയ എന്നാണ്. ഇന്നത്തെ, അപ്പോൾ പഴയ കാലത്തെ സ്കീസോഫ്രീനിയാണ് എന്ത്? ഡിമെൻഷ്യ പ്രീകോക്സ്. അങ്ങനെ 2 കാറ്റഗറി ആക്കി. ഏതൊക്കെയാണ്? മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് ആൻഡ് ഡിമെൻഷ്യ പ്രീകോക്സ്. ഡിമെൻഷ്യ പ്രീകോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ സ്കീസോഫ്രീനിയ. അപ്പോൾ പണ്ടത്തെ സ്കീസോഫ്രീനിയ ആണ് എന്ത്? ഡിമെൻഷ്യ പ്രീകോക്സ്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? പേരുകൾ, വായിക്കൊള്ളാത്ത പേരുകളും കേട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 2 കാറ്റഗറി അപ്പോൾ ആര് കൊണ്ടുവന്നു? ജർമ്മൻ സൈക്കാട്രിസ്റ്റായ എമിൽ ക്രീപ്ലിംഗ് കൊണ്ടുവന്നു. അതായത് മാനിക് ഡിപ്രസീവ് സൈക്കോസിസും ഡിമെൻഷ്യ പ്രീകോക്സും. ഡിമെൻഷ്യ പ്രീകോക്സ് എന്ന് പറയുന്നത് പണ്ടത്തെ സ്കീസോഫ്രീനിയാണ്. ഓക്കെ അല്ലേ? അതായത് പ്രീകോക്സ് എന്ന് പറയാൻ കാരണം അത് ചെറുപ്പം തൊട്ടേ ഒരു അഡോളസെന്റ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? സ്കീസോഫ്രീനിയ ഒരു സൈക്കോട്ടിക് ഡിസോർഡർ ആണ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് മൈൻഡ് എന്ന് വിളിക്കും. നമുക്ക് കറക്റ്റായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കില്ല, ഏത് നേരം ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കും, ഭയങ്കര തോട്ട് ഭയങ്കര കൂടുതലായിരിക്കും, അതൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും, നോർമൽ ആയിരിക്കില്ല, ഭയങ്കര അബ്നോർമൽ ആയിരിക്കും. പിന്നെ ഭയങ്കര വ്യാജമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ കൂടുതലായിരിക്കും, ഹാലൂസിനേഷൻസ് ഉണ്ടാവും, ഡെലൂഷൻസ് ഉണ്ടാവും. ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, ആരും എന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്, അവരെന്നെ കൊല്ലാനാണ് വരുന്നത്, ഇങ്ങനത്തെ ഡെലൂഷൻസ് ഉണ്ടായിരിക്കും. അതാണ് സ്കീസോഫ്രീനിയ. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ സ്കീസോഫ്രീനിയനെ പണ്ട് ഡിമെൻഷ്യ പ്രീകോക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ ഡിസോർഡേഴ്സ് പഠിച്ചു പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പേരുകളൊക്കെ ഇനിയും കേൾക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ആദ്യമേ ഉള്ളൊരു പടിയായിട്ട് ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. Kraepelin's categorical classification system laid the foundation for the current classification system, namely Diagnostic and Statistical Manual of Mental Disorder (DSM) and International Classification of Diseases. ഇത് രണ്ടും വരാനുണ്ടായ ഒരു കാരണമായിരുന്നു ക്രീപ്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഈ 2 ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഡിസോർഡേഴ്സ് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയാലും സൈക്യാട്രിസ്റ്റ് ആയാലും ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന 2 ബുക്കുകളാണിത്. ഏതൊക്കെയാണ്? DSM ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ICD ഇപ്പോൾ നമ്മൾ 10 ആണ് യൂസ് ചെയ്യുന്നത്, DSM 5 ആണ് യൂസ് ചെയ്യുന്നത്. ICD 11 വന്നിട്ടുണ്ട്, ഐ തിങ്ക് 2019 തോന്നുന്നു. പക്ഷെ അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. മിക്ക ക്ലിനിക്കുകളായാലും ഹോസ്പിറ്റലുകളായാലും ഇപ്പോൾ ICD 10 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വന്നൊരു വഴിയാണ് ഇപ്പോൾ നോക്കിയത്. ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ, ഇനി അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വന്ന വഴി നമുക്ക് നോക്കി, ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ? A classification system provides a gist or a concise description of a disorder. ഒരു ഡിസോർഡറിൻ്റെ എന്താണ് കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ. Rather than using lengthy descriptions, clinicians and researchers can describe a disorder in small number of words. അങ്ങനെ നീട്ടി വാരി വലിച്ച് എഴുതുന്നില്ല, അതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ വളരെ ചെറുതാക്കിയിട്ട് കൊടുക്കുകയാണ്. നീട്ടി വാരി വലിച്ച ഒരു പേജ് മൊത്തമായിട്ടൊരു ഡിസോർഡറിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. വളരെ ചുരുക്കിയിട്ട് സ്മോൾ നമ്പർ ഓഫ് വേർഡ്സ് അതിലായിരിക്കും ഒരു
ഡിസ്ക്രിപ്ഷൻ, ഒരു ഡിസോർഡറിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, ദ ടേം ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഈസ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് എൻറ്റെയിൽസ് വിതൗട്ട് എ നീഡ് ടു ഇലാബറേറ്റ് ഓൺ ഇറ്റ്സ് വേരിയസ് കൺസ്റ്റിറ്റ്യുവൻസ് such as excessive worry, sleep disturbances, palpitations, chronic fatigue, etc. അല്ലേ? ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ കണ്ട ആ ഒരു ടേം കൊടുത്തിരിക്കുകയാണ്. അതൊരു ഡിസോർഡറാണ്, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. അപ്പോൾ അതിലുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് എന്തൊക്കെയാണ്? എക്സസീവ് ആയിട്ടുള്ള വറി ഉണ്ടായിരിക്കും, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടായിരിക്കും, പാൽപിറ്റേഷൻസ് ഭയങ്കര നെഞ്ഞിടിപ്പും കൂടുതലായിരിക്കും, ക്രോണിക് ഫറ്റീഗ് വളരെ ക്ഷീണം തോന്നും, ഒന്നിനൊരു എനർജി ഉണ്ടായിരിക്കില്ല, ഉറക്കക്കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ ഉറക്കം കൂടുതലായിരിക്കും, ചിലപ്പോൾ ഉറക്കം കുറവായിരിക്കും, പിന്നെ വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നോക്കിയേ, എക്സസീവ് വറി, അയ്യോ എക്സസീവ് വറി തൊട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിനിങ്ങനെ നീട്ടി വാരി വലിച്ചെഴുതുന്നേക്കാൾ നല്ലതാണ് എന്ത്? ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് ഒരു സ്മോൾ നമ്പർ ഓഫ് വേർഡ്സിലായിരിക്കും ഒരു ഡിസോർഡറിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതാണ് ആദ്യത്തെ ബെനിഫിറ്റ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ടു ഗ്രൂപ്പ് സർട്ടൻ സ്പെസിഫിക് കോഗ്നിറ്റീവ് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ സിംറ്റംസ് ഇൻ ടു എ യൂണിക് കോൺഫിഗറേഷൻ. രണ്ടാമത്തെ എന്താണ്? അതിനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ആണെങ്കിൽ അത്, ഇമോഷണൽ ഡിസോർഡേഴ്സ് ആണെങ്കിൽ അത്, മൂഡ് ഡിസോർഡേഴ്സ് ആണെങ്കിൽ അത്, ബിഹേവിയറൽ സിംറ്റംസ് ആണെങ്കിൽ അത്, അതിനൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. For example, a patient with a diagnosis of obsessive compulsive disorder tells the clinician that the patient has a certain specific configuration of symptoms and either all or some of the symptoms will be present in him or her. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ? ഒരാൾ വന്നു, ഒരു പേഷ്യൻ്റ് വന്ന ആൾക്ക് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ് എന്ന് വെച്ചാൽ എന്താണ്? ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഒബ്സഷൻ മാത്രമായിരിക്കും, ചിലവർക്ക് കമ്പൾസീവ് ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും. അതായത് ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുക, വെറും ചിന്ത മാത്രമാണ്, ഓവറായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഒബ്സഷൻ. പിന്നെ കമ്പൾസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ആക്ടിവിറ്റീസ് ആണ്, ആളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, വൃത്തി പോരാണ്ട് ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കുക, ഏത് നേരം കൈ കഴുകുക, കുളിക്കുമ്പോൾ ഒരു 3-4 വട്ടം കുളിക്കുക, ഒരു 10 മിനിറ്റ് കുളിക്കേണ്ടവർക്ക് ഒരു അരമുക്കാൽ മണിക്കൂറോ 1 മണിക്കൂറൊക്കെ കുളിക്കുക. ഇതൊക്കെ കമ്പൾസീവ് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ രണ്ടും നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് രണ്ടും കൂടെയുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, ഒബ്സഷൻ മാത്രമുള്ളവരുണ്ടായിരിക്കും, കമ്പൾഷൻ മാത്രമായിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പറയും. അതാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മളൊരു ഡിസോർഡർ കണ്ടതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. എക്സാമ്പിൾ, ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടാണ്, കമ്പൾസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് നേരം, ഒരു എക്സാമ്പിളാണത്, പാത്രം കഴുകിയത് വൃത്തിയില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ കുളിക്കുന്നത് വൃത്തിയല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഏത് നേരം കുളിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും സ്മെല്ലുള്ള പോലെ തോന്നുക, ഇതൊക്കെ എന്താണ്? കമ്പൾസീവ് ഡിസോർഡറാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ബെനിഫിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, it provides information about the causes, course and treatment of a disorder. For example, presence of negative symptoms in a patient with schizophrenia implies that it is insidious, chronic, and so it will have a longer course and will require a different type of treatment for a longer duration. അതായത് ഒരു ഡിസോർഡർ പറയാണ്, അപ്പോൾ അതിൻ്റെ കോഴ്സും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയും. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണ്, സ്കീസോഫ്രീനിയ ഉള്ള ആളുടെ കോഴ്സ് എന്താണെന്ന് നോക്കണം. കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ എപ്പിസോഡിക് ആണോ എന്നുള്ളത് നോക്കും. പിന്നെ അതേപോലെ തന്നെ ഇൻസീഡിയസ് ആണോ, പിന്നെ അതുപോലെ ഇൻസീഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിസോഡിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ചിലപ്പോൾ ഇന്ന് സിംറ്റംസ് കാണിക്കും, പിന്നെ ആൾക്ക് സിംറ്റംസ് കാണിച്ചു, ഇപ്പോൾ ഉറക്കക്കുറവാണെന്ന് വിചാരിക്കുക, ഇന്നാൾ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ, നമ്മൾ സ്കീസോഫ്രീനിയ ആണല്ലോ പറയുന്നത്. അപ്പോൾ ഹാലൂസിനേഷൻ, ആൾക്ക് ഒരു പൂച്ച അവിടെ ഇരിക്കിട്ടത് പോലെ തോന്നി, ശരിക്കും പൂച്ചയില്ല പക്ഷെ ഉള്ള പോലെ തോന്നി, അതാണ് ഫസ്റ്റ് സിംറ്റം, ആദ്യത്തെ എപ്പിസോഡ് അതാണ്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതേപോലെ തോന്നുകയാണ്, അവിടെ അതേപോലെ പൂച്ചയോ അല്ലെങ്കിൽ പാമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള പോലെ തോന്നി, അതാണ് എപ്പിസോഡിക്ക്. ഓക്കെ, എപ്പിസോഡിക്കായിട്ട് തോന്നി. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്, അതിങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കും, ഒരു എപ്പിസോഡ് ഒരു ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കും, അതാണ് കണ്ടിന്യൂസ്. ഇൻസീഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസീഡിയസ് ഇപ്പോൾ അത് ഡ്യൂറേഷനാണ്,
ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ഉണ്ടാവും. അതായത് കുറച്ച് കാലങ്ങളായിട്ട് ഒരു 5-6 മാസം മുന്നേ തൊട്ട് ഇങ്ങനെ സിംറ്റംസ് തുടങ്ങിയിട്ട് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു വർഷമൊക്കെ ആകുമ്പോഴായിരിക്കും ഭയങ്കര ക്രോണിക് സ്റ്റേജിലെത്തുക. അതിനൊക്കെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസീഡിയസ് ഉണ്ട്, ഓൺസെറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോഴ്സ് നോക്കി കണ്ടിന്യൂസ് ഉണ്ട്, എപ്പിസോഡിക് ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് പറ്റും. അതിൽ കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇഫ് ദ പേഷ്യൻ്റ് റിപ്പോർട്ടഡ്ലി ഓൾസോ ടേക്സ് ദ ആൽക്കഹോൾ If the patient reportedly also takes the alcohol and or other addictive substances like amphetamines, then the cause and treatment of schizophrenia will be different from a patient with schizophrenia who does not have a history of substance dependence. ഇപ്പോൾ സ്കീസോഫ്രീനിയ ഉള്ള ആളെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുടെ സിംറ്റംസും ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നോക്കി പഠിച്ചു. അങ്ങനെ ആൾക്ക് ഡയഗ്നോസ് ചെയ്യാണ്. ഇനി ആൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആൾ ആംഫെറ്റാമിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആംഫെറ്റാമിൻ എന്ന് പറയുന്നത് ഒരു ഡോപ്പമിൻ പോലത്തെ ഒക്കെ ഒരു ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി കൂടാനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത്? ആംഫെറ്റാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആളുടെ ട്രീറ്റ്മെൻറ്റിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആളുടെ കോഴ്സും ട്രീറ്റ്മെൻറ്റും ഒക്കെ എന്തായിരിക്കും? എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സ്കീസോഫ്രീനിയയിൽ തന്നെ 2 എണ്ണമായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. ഒന്ന് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതും സബ്സ്റ്റൻസ് യൂസ് ചെയ്യാത്തതും. ഇതിനെ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോഴ്സും ട്രീറ്റ്മെൻറ്റും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ ആണോ? 3ാമത്തെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ്, a diagnosis based on a classification system enables an individual to seek treatment, support and benefits from the social institutions. ഇപ്പോൾ ഒരു ഡയഗ്നോസിസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരാൾക്കൊരു ഇപ്പോൾ സ്കീസോഫ്രീനിയനെ എടുക്കുക, സ്കീസോ ഉണ്ട് അല്ലെങ്കിൽ വേണ്ട, ആങ്സൈറ്റി ഉള്ള ആൾക്ക് അത് ആ ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആൾക്ക് നേടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾക്ക് അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതാണ് 4ാമത്തെ ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ഡയഗ്നോസ്ഡ് വിത്ത് ഡിസ്ലെക്സിയ ക്യാൻ സീക്ക് സ്പെഷ്യൽ അക്കോമഡേഷൻസ് ആൻഡ് സപ്പോർട്ട് ഫ്രം സ്കൂൾ സച്ച് ആസ് പെർമിഷൻ and to learn only one instead of 2 languages, providing extra time and a scribe in exams, adjusting the eligibility criteria for admissions, etc. അപ്പോൾ ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിങ്ങിൽ എന്തെങ്കിലും റീഡിങ് സ്കിൽ കുറവായിരിക്കും ആ കുട്ടിക്ക്, അതാണ് ഡിസ്ലെക്സിയ. അപ്പോൾ അത്തരം ഡിസോർഡേഴ്സ് ഉണ്ട് വെച്ചെങ്കിൽ എന്തായിരിക്കും? ആ കുട്ടിക്ക് അതിന് വേണ്ട സപ്പോർട്ട് സ്കൂളിൽ നിന്നുണ്ടായിരിക്കും. പെർമിഷൻ ടു ലേൺ ഓൺലി 1 ഇൻസ്റ്റെഡ് ഓഫ് 2 ലാംഗ്വേജ്, 2 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ടൈം ആൾക്ക് കിട്ടും. അല്ലെങ്കിൽ എക്സാമിന് സ്ക്രൈബുകളെ വയ്ക്കും. ഇതൊക്കെ അഡ്മിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് അത്തരം സപ്പോർട്ടൊക്കെ കിട്ടും. ഇതാണ് 4ാമത്തെ ബെനിഫിറ്റ്സ്. ഓക്കെ അല്ലേ? 4ാമത്തെ. ഇനി അടുത്തത്, a classification system can also provide guidance for dealing with the medico-legal cases and to claim insurance benefit. For example, instead of pursuing legal proceedings against an accused who is having intellectual disability, the court of law will deal the case under Mental Health Act of the country based on diagnosis according to the classification system. നമ്മൾ പറയാറുള്ള പോലെ മെൻ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരാളെ കൊന്നാലും കുഴപ്പമില്ല എന്ന് പറയില്ലേ, അതന്നെ സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ID ഉള്ള ഒരാളാണ്. ആൾക്ക് ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ് അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർട്ട് എന്ത് ചെയ്യും? ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡർ ഉള്ള ആളാണെന്നുള്ള കൺസിഡറേഷനിൽ ആൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും. ഇതാണ് 5ാമത്തെ ബെനിഫിറ്റ്. And last one, a classification system also alleviates the fear of having an unnamed disorder in people. That is, a diagnosis of people's condition gives them a sense of relief that they are not suffering from an unusual or unique problem. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണ്, ഉറക്കമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ നമുക്ക് എടുക്കാം, പുറത്തുനിന്ന് എടുക്കാം, സൈക്കോളജി വിട്ടിട്ട് ഇപ്പോൾ വയറ് വേദനിക്കുന്നുണ്ട്,
ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ട്, അപ്പോൾ തെറ്റിദ്ധാരണയാണ് ഇനി വയറ്റിൽ വല്ല ക്യാൻസറും ഉണ്ടോ, അങ്ങനത്തെ ചിന്തകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ഒരു ഡിസോർഡറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട് വെച്ചെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായി എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമില്ല, അല്ലെങ്കിൽ ഈ സിംറ്റംസ് ഒക്കെ ബാക്കി എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമുള്ള സിംറ്റംസ് അല്ലത്, ഇതൊരു അസുഖമല്ല, ഞാൻ വിചാരിച്ച അസുഖം ആവണം വെച്ചെങ്കിൽ അതിന് വേറെയും സിംറ്റംസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇൻഫർമേഷൻസ് ആൾക്കാർക്ക് കിട്ടും. Further, once the diagnosis is made, more can be learned about the disorder, its causes and its treatment. ഇനി ഡയഗ്നോസ് ചെയ്തു എന്ന് വിചാരിക്കാം, ആൾക്ക് സിംറ്റംസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തു, എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഡിസോർഡറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് വന്ന കാരണങ്ങൾ, ഇപ്പോൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു, അപ്പോൾ അതിന് എവിടെ നിന്നാണ്, ഏത് ഭാഗത്താണ്, എന്തുകൊണ്ടാണ്, ഫുഡിൽ നിന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണോ, അതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം നമ്മൾ ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞത്. ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ് എന്തായിരുന്നു, കൃത്യമായിട്ടൊരു കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഒരു ഡിസോർഡറിന് ഉണ്ടായിരിക്കുക, ലെങ്തി ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ലിനിഷ്യൻസ് ആയാലും റിസർച്ചേഴ്സ് ആയാലും സ്മോൾ നമ്പർ ഓഫ് വേർഡ്സ് ആയിട്ടായിരിക്കും ഒരു ഡിസോർഡറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ GAD പറഞ്ഞു, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. അതിൻ്റെ സിംറ്റംസ് ഒക്കെ എന്താണ്, എക്സസീവ് വറി, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, പാൽപിറ്റേഷൻസ്, ക്രോണിക് ഫറ്റീഗ്, ഇതൊക്കെയാണ്. ഇതിനെ മൊത്തം ഇങ്ങനെ വാരി നീട്ടി വലിച്ച് എഴുതാണ്ട് എന്ത് ചെയ്യും, ഇതൊക്കെയാണ് ഒരൊറ്റ ടേമാക്കി, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. അപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ആങ്സൈറ്റിയിൽ എന്തൊക്കെ ഇട്ട്. ഓക്കെ, ഇനി അടുത്തതാണ്, ഇറ്റ് ഹെൽപ്സ് ടു ഗ്രൂപ്പ് സർട്ടൻ സ്പെസിഫിക് കോഗ്നിറ്റീവ് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ സിംറ്റംസ്. സർട്ടൻ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ആണെങ്കിൽ അതൊരു ഗ്രൂപ്പ്, ഇമോഷണൽസ് ആണെങ്കിൽ അതൊരു ഗ്രൂപ്പ്, ബിഹേവിയറൽ സിംറ്റംസ് ആണെങ്കിൽ അതൊരു ഗ്രൂപ്പ്, അങ്ങനെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡയഗ്നോസിസ് ഓഫ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പറഞ്ഞു, ഒബ്സഷനും കമ്പൾസീവ് ആക്ട്സും അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. കോഴ്സ് ട്രീറ്റ്മെൻറ്റ് ഇതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞത്, സ്കീസ് ഉള്ള ആളാണെന്ന് വിചാരിക്കുക, അപ്പോൾ എന്താണ്, സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ആൾക്കുള്ള ട്രീറ്റ്മെൻറ്റോ കോസസ് ഒന്നും ആയിരിക്കില്ല സബ്സ്റ്റൻസ് യൂസ് ചെയ്യാത്ത സ്കീസോ പേഷ്യൻ്റിനുള്ളത്. അതാണ് അടുത്ത benefit. And diagnosis based on classification system enables individual to seek treatment, support and benefits. Social institutions ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു, ബെനിഫിറ്റ്സ് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ആൾക്ക് കിട്ടുന്നു. എക്സാമ്പിൾ പറഞ്ഞത്, ഡിസ്ലെക്സിയ ഉള്ള ഒരു ചൈൽഡ് ആണ് വെച്ചെങ്കിൽ ആ കുട്ടിക്ക് സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതായത് 2 ലാംഗ്വേജ് പഠിക്കുന്നിടത്ത് ഒരു ലാംഗ്വേജ് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കൊടുക്കുക, എക്സാമിന് സ്ക്രൈബുകൾ വെച്ച് കൊടുക്കുക, ഇതൊക്കെ ആ കുട്ടിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. എൻ്റെ അടുത്തത് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ കേസസിൽ അതിന് വേണ്ട ബെനിഫിറ്റ്സ് കിട്ടും, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ലീഗൽ പ്രൊസീഡിങ്സ് അഗെയിൻസ്റ്റ് ആൻ അക്യൂസ്ഡ് ഹൂ ഈസ് ഹാവിങ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ID ഉള്ളൊരു അക്യൂസ്ഡ് പേഴ്സൺ ആണെങ്കിൽ കോർട്ട് ആളുടെ ID-യുടെ കാര്യങ്ങളൊക്കെ, ഡിസോർഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിൽ യൂസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ബേസ് ചെയ്തിട്ട് അതിന് വേണ്ട സപ്പോർട്ട് ആൾക്ക് കൊടുക്കും. ഇനി ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, ഒരാൾക്ക് ഒരു ഡിസോർഡറിനെ കൃത്യമായിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. സിംറ്റംസിനെ വെച്ചിട്ട് കൃത്യമായിട്ട് ആളുടെ ഡിസോർഡർ എന്താണ്, ഇനി ഡിസോർഡർ ഇല്ല വെച്ചെങ്കിൽ ആൾക്കതൊരു കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഇനി ഡയഗ്നോസ് ചെയ്താൽ തന്നെ എന്താണ്, അതിൻ്റെ കോസും ട്രീറ്റ്മെൻറ്റും ഒക്കെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ ആണോ? ഇനി അടുത്തത്, ഇനി ബെനിഫിറ്റ്സ് പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്തത് എന്താണ്, ചാലഞ്ചസ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഫോർ മെൻ്റൽ ഡിസോർഡേഴ്സ് ഈസ് വെരി യൂസ്ഫുൾ ബട്ട് ഇറ്റ് ഓൾസോ പ്രസൻറ്റ് സം ചാലഞ്ചസ് ആസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. അല്ലേ, നമുക്കറിയാം എന്തിനും ബെനിഫിറ്റ്സ് ഉള്ള പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അതിൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അല്ല, ആദ്യത്താണ് ബയാസ് ഇൻ ഡയഗ്നോസിസ്. ഡയഗ്നോസ് ചെയ്യുന്നതിൽ ബയാസ്ഡ് ആയി പോവുക സ്വാഭാവികമാണ്. അക്കോർഡിംഗ് ടു മെയിൽ, a diagnostic bias is a systematic error in diagnosis. It can occur due to factors such as sex, age, race, community, etc. ഇപ്പോൾ പേഷ്യൻറ്റിനെ കാണുകയാണ്, ആളുടെ ഏജിനെ ബേസ് ചെയ്തിട്ട് ഏജൊക്കെ നമ്മൾ ചോദിക്കും. ഇനി അഥവാ എങ്ങാനും ചോദിക്കാൻ വിട്ടുപോയി അല്ലേ വെച്ചെങ്കിൽ ആളുടെ സെക്സ്, ഇപ്പോൾ ഫീമെയിൽസിനെയും മെയിൽസിനെയും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ട്രാൻസുകൾ വരികയാണ്, ട്രാൻസ്ജെൻഡേഴ്സ് വരികയാണ്, നമുക്കത് ചിലപ്പോൾ എടുത്ത് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതെന്താണ്, ബയസ്ഡ് ആയി പോകാനുള്ളൊരു പോയിൻ്റാണത്.
സെക്സ്, ഏജ്, റേസ്, കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി ഒക്കെ പറയുന്നത് എന്താണ്? ആളെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കണം. ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. ആൾ വളർന്നു വന്നത് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്താവും, ഒരുപാട് കാര്യങ്ങൾ അവിടെ സപ്രസ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ സപ്രസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പം ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല, ഈ സൈക്യാട്രിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനോ അറിയില്ല. അപ്പോൾ അവിടെ എന്താണ്, ബയാസ് ടൈപ്പ് വിച്ച് മേ ലീഡ് ടു എ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി ഹൈ ഓർ ലോ റേറ്റ്സ് ഓഫ് ഡയഗ്നോസിസ് ഓഫ് എ സ്പെസിഫിക് മെൻ്റൽ ഡിസോർഡർ. ദ ക്ലിനിഷ്യൻസ് familiarity with the socio-cultural background of patients may lead to misinterpretation of some behaviors as pathological, resulting in over-diagnosis. കണ്ടോ, സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അറിയില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് വരും. On the other hand, underdiagnosis may occur when the patient's reported symptoms cannot be found in the classification system being used. ഇനി സിംറ്റംസ് പറയാണ്. പേഷ്യൻ്റ് ആണല്ലോ നമുക്ക് സിംറ്റംസ് പറഞ്ഞു തരാം. എനിക്ക് ഇന്നതുണ്ട്, ഉറക്കമില്ല, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇയാൾ എന്തെങ്കിലും കാര്യം അവിടെ മറച്ചു വെച്ചു, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് പറ്റില്ല. Further, the linguistic differences between the clinicians and the patient may also cause an inaccurate assessment. ഇനി അടുത്ത കാര്യം എന്താണ്, ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ്. ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ സൈക്കോളജിസ്റ്റിന് ഇവിടുത്തെ പേഷ്യൻസിനെ ആക്കാനായിട്ട് പറ്റും. വേറെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ പഠിച്ചിട്ട് അവരെ ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റും. പക്ഷെ എന്താണ്, അപ്പോഴും അവിടുത്തെ ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇവിടുത്തെ കൾച്ചർ ആയിരിക്കില്ല അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ മാത്രമേ, ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് മാത്രമല്ല, അപ്പോൾ ആ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അവിടെ പോയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ആ ഒരു ജീവിത സാഹചര്യങ്ങളെ മൊത്തം പറ്റി പഠിച്ചിരിക്കണം. ഈ പേഷ്യൻ്റ് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണോ വന്നിട്ടുള്ളതെന്നും കൂടെ അറിയണം. അപ്പോൾ ഇതൊക്കെ ബയാസ്ഡായി പോകാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്, ഒന്ന് ഫാക്ടേഴ്സ് പറഞ്ഞു, സച്ച് ആസ് സെക്സ്, ഏജ്, റേസ്, കമ്മ്യൂണിറ്റി. പിന്നെ അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞത് അൺഫെമിലിയാരിറ്റി വിത്ത് ദ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പേഷ്യൻ്റ്. അതെന്തിലോട്ട് ലീഡ് ചെയ്യും, മിസ്ഇൻ്റർപ്രിട്ടേഷനിലോട്ട് ലീഡ് ചെയ്യും. പിന്നെ അടുത്തത് പറഞ്ഞത് പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സിംറ്റംസ് അത് കൃത്യമല്ല അയച്ചെങ്കിൽ, അല്ലെങ്കിൽ കനോട്ട് ബി ഫൗണ്ട് ഇൻ ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ അത്തരം ഒരു സിംറ്റംസിനെ കണ്ടില്ല വെച്ചെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പ്രോപ്പർ ഡയഗ്നോസിസ് നടത്താനായിട്ട് പറ്റില്ല. ആൻഡ് ലാസ്റ്റ് വൺ, ലിംഗ്വിസ്റ്റിക് ഡിഫറൻസസ്. ഓക്കെ ആണോ, ബയാസ് ഇൻ ഡയഗ്നോസിസ്? ഓക്കെ, നെക്സ്റ്റ്, സ്റ്റിഗ്മ ഓഫ് ഡയഗ്നോസ്റ്റിക് ലേബൽ. സ്റ്റിഗ്മാറ്റൈസ്ഡ് ആയി പോകും. അപ്പോൾ ഒരാൾക്കൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ വീട്ടിലും നാട്ടിലും ആൾക്ക് എന്തായിരിക്കും, ഒരു അസുഖമുള്ള ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആളെ കാണൂല്ലേ. അതാണ് എ ഡയഗ്നോസ്റ്റിക് ലേബൽ ലീഡ്സ് ടു ലോസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റിഗ്മ ഫോർ ദ പേഷ്യൻറ്റ്. വൺസ് എ പേഴ്സൺ ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് എ മെൻ്റൽ ഡിസോർഡർ സേ സ്കീസോഫ്രീനിയ, ഇറ്റ് ബിക്കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ പേഴ്സൺ, ദാറ്റ് ഈസ് ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ആസ് വെൽ ആസ് ക്ലിനിഷ്യൻസ് try to fit their view of that person with the framework of patient with schizophrenia and ignore his or her other qualities as an individual. അപ്പോൾ അവിടെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ആളുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ്, ഇതിനെ പറ്റിയൊക്കെ അറിയണം. ഇനി ആൾക്ക് ഈ ഒരു സ്കീസോ എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആസ് എൻ ഇൻഡിവിജ്വൽ ആളുടെ ക്വാളിറ്റീസൊക്കെ ഇഗ്നോർ ചെയ്യും. സ്കീസോ ഉള്ള ആളാണ്, അപ്പോൾ അയാൾക്ക് വേറെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എബ്രഹാം മൊസ്ലർ കണ്ടിട്ടുണ്ടോ സിനിമ? എബ്രഹാം മൊസ്ലർ, അതിൽ ജയറാമിനെ സ്കീസോ മീൻസ് അല്ല, ഹാലുസിനേഷൻ ഉണ്ട്. ആള് ഇല്ലാത്തൊരു സാധനങ്ങൾ കാണുന്നുണ്ട്, പൂച്ചയോ പാമ്പോ അങ്ങനെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആൾക്ക് വേറെ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആളുടെ മറ്റേ വശം നോക്കുന്നില്ല. ആൾക്ക് വേറെ ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുകളുണ്ട്, അല്ലെങ്കിൽ വേറെ നല്ല കാര്യങ്ങൾ, ഉറക്കായാലും ആങ്സൈറ്റി ആയാലും അങ്ങനത്തെ ഒക്കെ ഓക്കെ ആണെന്നുണ്ട് വെച്ചെങ്കിൽ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റായിട്ട് മാത്രം ആളെ കാണുക. അതാണ് രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇഷ്യൂസ് ഓഫ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. The utility of a classification system is dependent on its reliability and validity. A classification system is said to be reliable if the results obtained from it are consistent over time.
അല്ലേ? നമ്മൾ റിസർച്ചിലൊക്കെ പറയുന്ന പോലെ തന്നെ റിലയബിലിറ്റിയിലും വാലിഡിറ്റിയിലും വരുന്ന ഇഷ്യൂസ്, അതൊരു മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ക്യാൻ ഹാവ് പ്രോബ്ലംസ് ഇൻ റിലയബിലിറ്റി ഡ്യൂ ടു സെവറൽ റീസൺ. 2 കാരണങ്ങളാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ lack of clarity in the criteria for disorders, and so the clinician must use a subjective judgment to determine if the symptoms reported meet the criteria. ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ കുറച്ച് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്, അതിൽ മുഴുവല്ല എന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ, ഒരാൾക്ക് 1 സെക്കൻഡ്, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരാഴ്ച, ഇപ്പോൾ സിംറ്റംസ് ക്രൈറ്റീരിയ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരാഴ്ചത്തോളം ഉറക്കമില്ല, അതാണ് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത് വിചാരിക്കുക. അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് ഉറക്കമില്ല എന്നുണ്ട് വെച്ചെങ്കിൽ ആൾക്ക് ആങ്സൈറ്റി ആണ്. ജസ്റ്റ് ഞാൻ പറയുന്നതാണ് കേട്ടോ, അങ്ങനെയല്ല ഇതിൻ്റെ ക്രൈറ്റീരിയ. ആങ്സൈറ്റി ഒക്കെ ഡയഗ്നോസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 5-6 സിംറ്റംസിൽ 3-4 ഒക്കെ ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെയാണ് ക്രൈറ്റീരിയ. പക്ഷെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, 2 ആഴ്ചത്തോളം ഉറക്കമില്ല, അങ്ങനെയാണ് ക്രൈറ്റീരിയ പറയുന്നത്, അല്ലെങ്കിൽ സിംറ്റം പറയുന്നത് വെച്ചെങ്കിൽ ആൾക്ക് ആങ്സൈറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ ഡയഗ്നോസ് ചെയ്യാം. പക്ഷേ ഈ ആൾക്ക് 2 ആഴ്ചത്തോളം 2 ആഴ്ചയായിട്ട് കുഴപ്പമില്ല, ഒരു 3 ദിവസമായിട്ട് ഉറക്കം കുറവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അതിന് ആ ഒരു ഡിസോർഡറായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ അവിടെ ലാക്ക് ഓഫ് ക്ലാരിറ്റി ആണ്. ശരിക്കും സിംറ്റംസിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ക്ലിനിഷ്യൻ മസ്റ്റ് യൂസ് സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ക്ലിനിഷ്യൻ എന്ത് ചെയ്യാണ്? സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ് എടുക്കുകയാണ്. 2 ആഴ്ച ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഈ ഒരു ഡിസോർഡർ തന്നെ ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ അവിടെ സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടി അവിടെ ഡയഗ്നോസ് ചെയ്യുന്നത് ആരാണ്? ക്ലിനിഷ്യൻസ് ആണ്. അപ്പോൾ ആളുടെ കയ്യിലാണ്. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് നോക്കാതെ സബ്ജക്റ്റീവായിട്ട് ആൾ ചിലപ്പോൾ അവിടെ ജഡ്ജ്മെൻറ്റ് എടുക്കും ടു ഡിറ്റർമിൻ ഇഫ് ദ സിംറ്റംസ് റിപ്പോർട്ടഡ് മീറ്റ് ദ ക്രൈറ്റീരിയ. അപ്പോൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് ആൾ ചിലപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ അതങ്ങോട്ട് എഴുതി വയ്ക്കും, ഇയാൾക്ക് ഇന്നതാണ് ഡിസോർഡർ. ചിലപ്പോൾ മുഴുവൻ സിംറ്റംസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ എത്തിയിട്ടുണ്ടാവില്ല. അതാണ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, റിലയബിലിറ്റിയിലെ ആദ്യത്തെ ഒരു റീസൺ. നെക്സ്റ്റ്, disorders have a significant overlap and hence the clinician find it difficult to make a distinction among them. ഇനി ഡിസോർഡേഴ്സിനെ ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിപ്രഷൻ എടുക്കാം, ആങ്സൈറ്റി എടുക്കാം. ആങ്സൈറ്റിയിൽ ഉള്ള അതേ സിംറ്റംസ് തന്നെ ചിലപ്പോൾ ഡിപ്രഷനിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിസോർഡേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. 2 സിംറ്റംസും 2 ഡിസോർഡേഴ്സിലും വരുന്ന ക്രൈറ്റീരിയാസ് കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. അപ്പോഴും എന്താണ്? ഡയഗ്നോസ് ചെയ്യുന്നതിൽ വ്യത്യാസം വരും. ഇപ്പോൾ കോവിഡിൻ്റെ അതേ സിംറ്റംസ് തന്നെ നിപ്പയിലും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ക്ലിനിഷ്യന് എന്തായി? ഒരു ഡൗട്ട് വന്നു, ഏതാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്? ഇതിലെ സിംറ്റംസ് ഒക്കെ ഏതാണ്ടൊക്കെ ഇതിലും കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആൾ സബ്ജക്റ്റീവായിട്ട് അപ്പോഴും അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് എടുത്തു. ഇതാണ് 2 ഇഷ്യൂസ്. ഓക്കെ ആണോ 2 ഇഷ്യൂസ്? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇനി അടുത്തതാണ് വാലിഡിറ്റി. ഇൻ ജനറൽ മീൻസ് ദ ഇൻസ്ട്രുമെൻറ്റ് ഷുഡ് മെഷർ വാട്ട് ഇറ്റ് പർപ്പസ് ടു മെഷർ. വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ജനറലി പറയുകയാണെന്ന് വെച്ചെങ്കിൽ അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ കൃത്യമായിട്ടൊരു മെഷർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഈസ് സെറ്റ് ടു ബി വാലിഡ് ഇഫ് ഇറ്റ്സ് കാറ്റഗറീസ് ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കണ്ടീഷൻ that it is supposed to classify. Therefore, diagnostic criteria for each disorder should be unique. നമ്മൾ പറഞ്ഞത് എന്താ? ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുക. അതുകൊണ്ട് ഓരോ രോഗത്തിൻ്റെയും അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരിക്കണം? അതിൽ വ്യക്തമായിട്ട് കൊടുത്തിരിക്കണം. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഷുഡ് നെയ്തർ ബി ടു നാരോ ഓർ ടു ബ്രോഡ്. കൂടാനോ കുറയാനോ പാടില്ല. എന്താണ്? രോഗനിർണയത്തിൻ്റെ ഈ ഒരു, ഇപ്പം നമുക്കൊരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുകയാണ്. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ക്രൈറ്റീരിയ കുറവാകാനും പാടില്ല, നാരോ ആവാനും പാടില്ല, അതുപോലെ തന്നെ ബ്രോഡ് ആവാനും പാടില്ല. ഇനി അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രൈറ്റീരിയ ഭയങ്കര നാരോ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇഫ് ദ ക്രൈറ്റീരിയ ആർ ടു നാരോ, ദ പ്രിവാലൻസ് നമ്പർ ഓഫ് പീപ്പിൾ ഡയഗ്നോസ്ഡ് വിത്ത് ദ ഡിസോർഡർ ഇസ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഓഫ് ദ ഡിസോർഡർ വിൽ ബി വെരി ലോ.
അപ്പോൾ ക്രൈറ്റീരിയ കുറവാണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്ക് കോവിഡ് തന്നെ എടുക്കാം. ഫസ്റ്റ് സ്റ്റേജ് കൊറോണയാണെന്ന് അറിയില്ല, ആൾക്ക് പനി കണ്ടു, പിന്നെ അതുപോലെ തന്നെ തുമ്മലും ചുമയൊക്കെ വന്നു. ഇതാണ് 3 സിംറ്റംസാണ് കയ്യിലുള്ളൂ. പനി ഉണ്ടായിരുന്നു, ചുമ ഉണ്ടായിരുന്നു, പിന്നെ തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ആദ്യമായിട്ട്. അപ്പോൾ അവിടെ ഡയഗ്നോസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ 3 ഉള്ളൂ കേട്ടോ: പനി, തുമ്മല്, ചുമ. അപ്പം എന്താണ്, അവിടെ അധികം ആൾക്കാർ, കുറേ ആൾക്കാർ ഉണ്ടായിരിക്കും, പക്ഷെ കോവിഡ് ആണ് എന്ന് പറയത്തക്ക രീതിയിൽ ആരും ഉണ്ടായിരിക്കില്ല. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്രൈറ്റീരിയ കുറവാണ് വെച്ചെങ്കിൽ അവിടെ അത് വലിയ, ആ ഒരു രോഗത്തിന് വലിയ ഇതില്ല, പ്രസക്തിയില്ല, കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. അപ്പോൾ എന്തായിരിക്കും, ഒരു സമയപരിധി നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആളുകളുടെ എണ്ണം, അപ്പോൾ ആ ഒരു ഡ്യൂറേഷനിൽ ഈ ഒരു അസുഖം വന്ന ആൾക്കാർ, അത് കോവിഡ് ആണെന്ന് പറയാൻ മാത്രം അസുഖം വന്ന ആൾക്കാർ കുറവായിരിക്കും. ഇതാണ് നാരോ ആണ് വെച്ചെങ്കിൽ. ഇനി എന്താണ്, ഇനി കൂടുതലാണെന്ന് വിചാരിക്കാം, കുറേ ആൾക്കാർക്ക് വന്നു, ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഈ ഒരു സിംറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു അസുഖത്തിൻ്റെ ഡിമാൻഡ് വരുന്നത് അല്ലേ? ഈ അസുഖം എന്താണ്? അപ്പോൾ കുറച്ചും കൂടിയും അതിന് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത്, അതിൻ്റെ റീസൺ എന്താണ്, എവിടെ നിന്നാണ് ഇത്, ആർക്കാണ് ആദ്യം വന്നത്, ഏതൊക്കെ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്, എത്ര ആൾക്ക് എത്തിയിട്ടുണ്ട്, ആരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ കൂടുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ എന്തായിരിക്കും, അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ കൂടുതൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് വാലിഡിറ്റിയുടെ കാര്യത്തിൽ പറയുന്നത്. അതായത് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു കണ്ടക്ട് റിസർച്ച് ടു ഫൈൻഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസോർഡർ സച്ച് ആസ് ഇറ്റ്സ് കോസ്, ജെൻഡർ റേഷ്യോ, എത്തിയോളജി ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അത് ക്രൈറ്റീരിയ ചെറുതാണ് വെച്ചെങ്കിൽ, അധികം ക്രൈറ്റീരിയ ഇല്ല, അപ്പോൾ അതിൻ്റെ കോഴ്സ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ജെൻഡർ റേഷ്യോ, എത്തിയോളജി, കാരണങ്ങൾ, ഇതൊന്നും അതിന് പറയാനായിട്ടില്ല. ഇഫ് ദ ക്രൈറ്റീരിയ ഓൺ ദി അതർ ഹാൻഡ് ആർ ടു ബ്രോഡ്, ക്രൈറ്റീരിയ ഭയങ്കര വലുതാണെന്ന് വിചാരിക്കാം, then the disorder will be very common and its criteria may include characteristic features which may indicate different yet related problems. Such criteria will make the classification system ineffective. ഇതാണ് പറഞ്ഞത്. ഓക്കെ ആണോ? വാലിഡിറ്റി നമുക്ക് ജസ്റ്റ് എന്താണ് മനസ്സിലായെന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ച വാലിഡിറ്റിയിലായാലും നിങ്ങൾക്ക് ആൻസർ എഴുതാം. അപ്പോൾ ഇഷ്യൂസ് ആണ്, ചലഞ്ചസ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ബയാസ് ഇൻ ഡയഗ്നോസിസ്, പിന്നെ അടുത്തത് സ്റ്റിഗ്മ ഓഫ് ഡയഗ്നോസ്റ്റിക് ലേബൽ, ഇഷ്യൂസ് ഓഫ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, ആൻഡ് ലാസ്റ്റ് റിലയബിലിറ്റിയിൽ തന്നെ 2 റീസൺസ് പറയുന്നുണ്ട്, ആൻഡ് ലാസ്റ്റ് വാലിഡിറ്റി. ഓക്കെ അല്ലേ? ഇനി നാളത്തെ ഒരു ക്ലാസ്സും കൂടി ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരിക്കുള്ളൂ, അതുകൂടി കഴിഞ്ഞ് ഈ ഒരു ചാപ്റ്റർ തീരും. ഓക്കെ, നാളെ നമുക്ക് DSM-ഉം അതുപോലെ തന്നെ ICD-യുടെയും ക്ലാസിഫിക്കേഷൻ പഠിക്കാണ്ട്, പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആ ഒരു ടോപ്പിക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീരും. വലിയൊരു ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യൻസ് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നാളെ ഈ ടൈം തന്നെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ഓക്കെ, താങ്ക് യു. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, മറ്റൊരാളോട് ചോദിക്കും, ഞാൻ മുമ്പ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണല്ലോ. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല മാം, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. താങ്ക് യു. ശരി മാം, താങ്ക് യു. ശരി മാം.